ഇന്നത്തെ വിജയം UDFന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ മാർജിനിലാണ് വിജയിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള 1977 തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയധികം സീറ്റോടുകൂടി 103 സീറ്റോടുകൂടി വിജയിച്ചു വരിക എന്ന് പറയുന്നത് ഗംഭീരമായ വിജയം തന്നെയാണ്. ആന്റി ഇൻകംബൻസി എന്ന ഒരു കേവല സംജ്ഞയിൽ അത് ചുരുക്കാവുന്നതല്ല. സമഗ്രമായ രീതിയിൽ പല നിലയിലാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. CPM-നെതിരെ ഉണ്ടായ ഒരു പ്രതിഷേധം, മുഖ്യമന്ത്രി എന്ന വ്യക്തിക്കെതിരെ ഉണ്ടായ ഒരു പ്രതിഷേധം, മന്ത്രിസഭയിലെ ഏതാണ്ട് 13 അംഗങ്ങളാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അതിനർത്ഥമെന്ന് പറയുന്നത് CPM-ന്റെ രീതിശാസ്ത്രത്തിൽ കാര്യമായ മാറ്റം വന്നിരിക്കുന്നു. വർഗ ബഹുജന പിന്തുണ ഒരുപക്ഷെ ആ ഒരു പിൻബലം CPM-ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച ഇടതുപക്ഷത്തെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന് ഒരുപക്ഷെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരുപിടി ആളുകളെങ്കിലും വിശ്വസിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ 5 വിസ്മയങ്ങളിൽ 3 വിസ്മയങ്ങൾ ജയിച്ചു വന്നു. ഒരു വിസ്മയം കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുടെ രൂപത്തിൽ തുച്ഛമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം CPM-ന്റെ തട്ടകങ്ങളിൽ പയ്യന്നൂരും തളിപ്പറമ്പും ഉൾപ്പെടെയുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള CPM-ന്റെ ഒന്നാന്തരം തട്ടകങ്ങളിൽ CPM-ന്റെ തന്നെ വിമത വിഭാഗത്തിന്റെ സഹായത്തോടു കൂടി UDF മുന്നണിക്ക് വിജയിച്ചു വരാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ആലപ്പുഴ ജില്ലയാണ് ചുവന്ന ജില്ല എന്ന് പറയുന്നത്, അതുപോലെ കണ്ണൂർ ജില്ല. ഇപ്പൊ കണ്ണൂരും ആലപ്പുഴയിലും CPM-നുണ്ടായ തിരിച്ചടി യഥാർത്ഥത്തിൽ അത് UDF-ന്റെ മാത്രം മെറിറ്റ് അല്ല, മറിച്ച് ഈ ആളുകളെ, അണികളെ അല്ലെങ്കിൽ ഇടത്തര നേതാക്കളെ കൈകാര്യം ചെയ്തതിൽ, അതുപോലെ G. സുധാകരൻ ഉൾപ്പെടെയുള്ള വൻകിട നേതാക്കളെ കൈകാര്യം ചെയ്തതിൽ CPM-നുണ്ടായ ഒരു പിശകാണ്. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത് അല്ല, അത് പിശകല്ല. ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങളോട് ചോദിക്കാൻ ആരുണ്ട് എന്നുള്ളൊരു മനോഭാവമാണ്. അത് പിശക് എന്ന് പറയാൻ കഴിയുകയില്ല. അത് മനഃപൂർവ്വം അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതായത് ഇവർ ഈ സമരങ്ങളോടൊക്കെ കാണിച്ച ഈ ഒരു മുഖം തിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് അത് ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരം എന്നീ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ജനങ്ങൾ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടി വന്നത്. ഇതിപ്പോൾ ഈ കോലീബി സഖ്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു തന്ത്രപരമായ നിലപാട് കൊണ്ടാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത, ഇവയെ രണ്ടും താലോലിച്ചത് കൊണ്ടാണ് UDF-ന്റെ വിജയം എന്നൊക്കെ പറഞ്ഞ് ഒതുക്കുവാൻ ശ്രമിക്കും. പക്ഷെ അതൊന്നും മുഖവിലേക്ക് എടുക്കാൻ പറ്റുകയില്ലല്ലോ ശ്രീ മോഹൻ. അതൊന്നും മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. ഒരു പരിധി വരെ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ഒരു ഏകീകരണം ഉണ്ടായി എന്ന് തള്ളിക്കളയാനാവില്ല. പക്ഷെ ആ ഏകീകരണം ഉണ്ടായതുകൊണ്ട് മാത്രം ലഭിക്കാവുന്നതല്ല 102-ൽ പരം സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭരണവിരുദ്ധതയുണ്ടായി. ധാർഷ്ട്യത്തിന് ശ്രീ മഞ്ജുഷ തന്നെ ഉപയോഗിച്ച വാക്കുകളാണ് ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം, താൻ പോരിമ. അപ്പൊ തങ്ങളെ എതിർക്കാൻ ആരുണ്ട് ഇവിടെ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഞങ്ങൾ LDF അല്ലെങ്കിൽ മറ്റാര് എന്നത് തന്നെ ആ മുദ്രാവാക്യം തന്നെ ധാർഷ്ട്യത്തിന്റെ സ്വരം കാട്ടുന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തിനെതിരെ ശ്രീ പിണറായി വിജയന്റെ മുഖം മാത്രം ഫ്ലക്സ് ബോർഡുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു PR സമീപനം, അതിനെതിരെ ഉള്ള ഒരു ജനവികാരം ഇവിടെ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ മറ്റൊരു ആളെ, ഒരു തലമുറ മാറ്റത്തിനുള്ള ഒന്നാന്തരം അവസരമുണ്ടായിരുന്നു. ആന്റി ഇൻകംബൻസി ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിൽ LDF സംവിധാനം പരാജയപ്പെട്ടു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പരാജയപ്പെട്ടു, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് പരാജയപ്പെട്ടു, കേന്ദ്ര പോളിറ്റ് ബ്യൂറോ പരാജയപ്പെട്ടു. ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല മാർഗം പിണറായി വിജയനെ അല്ല, മറ്റേതെങ്കിലും ശൈലജ ടീച്ചറിനെ ഉൾപ്പെടെ മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പരിധിവരെ പല മന്ത്രിമാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷം MLA-മാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം നടത്താമായിരുന്നു. അങ്ങനെയെങ്കിൽ ജനകീയരാണ് എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അത് ശരിയുമായിരുന്നു, MLA-മാർ ജനകീയരായിരുന്നു. പക്ഷേ ഈ സർക്കാർ വിരുദ്ധ പ്രതികരണം വന്നപ്പോൾ അവിടെ MLA-മാരെ അല്ല ആദ്യം ജനങ്ങൾ കണ്ടത്, അവിടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയാണ്, അല്ലെങ്കിൽ പിണറായി വിജയനെയാണ് ആദ്യം കണ്ടത്. ആ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഈ MLA-മാരുടെ ഒരു പ്രതിരൂപമായിട്ട് അവിടെ കണ്ടു. ഇതല്ലേ സംഭവിച്ചത് ശരിക്കും? MLA-മാരുടെ ഒരു ജനകീയത അത് തീർച്ചയായും തിരുവനന്തപുരം ജില്ലയുടെ ചില മണ്ഡലങ്ങളിൽ ജനകീയരായ MLA-മാരുടെ ചിറകിലേറി മാത്രമാണ് CPM-ന് ജയിക്കാൻ കഴിഞ്ഞത്. വിജയം അങ്ങനെയാണ്, വർക്കലയിൽ ഉള്ള വിജയം അങ്ങനെയായിട്ട് കണക്കാക്കാം. ജോയിയുടെ വിജയം കാണാം, അൻസലന്റെ വിജയം കാണാം, പാറശാലയിലെ ഹരീന്ദ്രന്റെ വിജയം കാണാം. അങ്ങനെ പല സീറ്റുകളും തിരുവനന്തപുരം ജില്ലയുടെ പല സീറ്റുകളിലെയും വിജയത്തിന്റെ ക്രെഡിറ്റ് MLA-മാർക്ക് അർഹതപ്പെട്ടതാണ്. ശ്രീ പിണറായി വിജയനോ CPM-നോ അവകാശപ്പെട്ടതല്ല. അവർ ജനക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്തു. അതേസമയം കൊല്ലം ജില്ലയിൽ നിലവിലുള്ള MLA-മാർ പലരും തകർന്നടിയുന്നത് കണ്ടു. കൊല്ലം ഇടതുപക്ഷത്തിന് തേരോട്ടമുണ്ടായിരുന്ന ഒരു മണ്ഡലം, ഒരു ജില്ലയാണ്. കേവലം 2 UDF MLA-മാരാണ് ഉണ്ടായിരുന്നത്. അവിടെ തകിടം മറിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ജില്ലയാണ്
ഏറ്റവും വലിയ ഞെട്ടൽ സമ്മാനിച്ചിരിക്കുന്നത്. അവിടെ മുഹമ്മദ് റിയാസ് എന്ന ഒറ്റയാൾ മാത്രമാണ്. കാനാൽ ഒരു തരി മാത്രമായി അവശേഷിച്ചിരിക്കുന്നു. ചുവന്ന ജില്ലയായി മാറിക്കൊണ്ടിരുന്ന കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ സീറ്റിൽ മാത്രം ഏതാണ്ട് 6,000-7,000 വോട്ടിന് മുഹമ്മദ് റിയാസ് ജയിച്ചു വന്നു എന്നത് ഒരു സേവിംഗ് ഗ്രേസ് മാത്രമാണ്. അതുകൊണ്ട് മലബാർ UDF മറ്റൊരു കാൻഡിഡേറ്റ് ആയിരുന്നുവെങ്കിൽ അൻവറിനെ എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കണം എന്ന് വെച്ചുകൊണ്ട് ബേപ്പൂരിൽ കൊണ്ട് മത്സരിപ്പിച്ചതാണ്. അൻവർ അല്ലായിരുന്നുവെങ്കിൽ അവിടെ ചിലപ്പോൾ റിയാസും തോറ്റേനെ. കാരണം റിയാസ് തോക്കേണ്ട ഒരാളായിരുന്നു ഈ മന്ത്രിസഭയിലെ. അല്ലെ, ഒരു പക്ഷേ റിയാസിനെതിരെ കൂടി മുഖ്യമന്ത്രിക്കെതിരെയുള്ള വികാരത്തിന്റെ ഒരു പങ്ക് റിയാസിനെതിരെ കൂടെ ഉണ്ടാകേണ്ടത്. പക്ഷേ റിയാസ് അവിടെ ഒരു ജനകീയ MLA കൂടിയായിരുന്നു. മന്ത്രി എന്നത് മാത്രമല്ല, ആന്റി ഇൻകംബൻസി മാത്രമല്ല അവിടെ വർക്ക് ചെയ്തത്. അവിടെ റിയാസ് മണ്ഡലത്തിന് ബേപ്പൂരിന് ഉപകാരപ്രദമായ ഏറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. ആക്സസിബിൾ ആയിരുന്നു. പക്ഷേ ആ ഒരു കാര്യം കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. ജനം അതുകൂടി പരിഗണിച്ചു എന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ കുത്തൊഴുക്കിനിടയിലും ചില മണ്ഡലങ്ങളിൽ, ഉദാഹരണത്തിന് കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവ് തൃശ്ശൂർ ജില്ലയിൽ പരാജയപ്പെട്ടു, TN പ്രതാപൻ. അതൊരു വലിയ ഒരു ഞെട്ടൽ തന്നെയാണ്. മണലൂർ TN പ്രതാപന്റെ പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ ധാരാളിത്തത്തിനിടയിലും അങ്ങനെയുള്ള പരാജയങ്ങൾ വേറിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിലവിലുള്ള MLA-മാരുടെ ഒരു ജനകീയത കുറച്ചൊക്കെ മുതലാക്കിയത് കൊണ്ടാണ് CPM-നും LDF-നും 35 സീറ്റിലെങ്കിലും എത്തി നിൽക്കാൻ സാധിച്ചതെന്നാണ് കണക്ക്. അല്ല എങ്കിൽ ഒരുപക്ഷെ UDF-ന് ടാലി ഇതിനേക്കാൾ കൂടുതലാകുമായിരുന്നു. 111 സീറ്റാണ് 1977 തെരഞ്ഞെടുപ്പിൽ UDF ലഭിച്ചത്. പിന്നീട് ഏറ്റവും കൂടുതൽ ലഭിച്ചത് 2001 തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 101 സീറ്റാണ് ആന്റണി മുഖ്യമന്ത്രിയായി മാറിയപ്പോൾ. അതിനുശേഷം ഇപ്പോഴാണ് വൻപൻ തരംഗം. LDF-ന് അടുത്ത കാലത്ത് എങ്ങും ലഭിച്ചിട്ടില്ലാത്ത അത്രയും നമ്പറാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.